ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ ഈ സീസണിൽ നമ്മുടെ പറമ്പിലൊക്കെ എന്തുമാത്രം ചക്കയും മാങ്ങയും ഒക്കെയാണ് വീണ് വേസ്റ്റ് ആയി പോകുന്നത്. ഇതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് സീസൺ കഴിഞ്ഞാലും കഴിക്കാമല്ലോ. ഇതിങ്ങനെ തൊലിയോടുകൂടി തന്നെ മുറിച്ചെടുക്കുക. ഇനി ഇതിങ്ങനെ മീഡിയം സൈസിലായി മുറിച്ചെടുക്കുക. തീരെ ചെറിയ പീസായി പോകരുത്. മുഴുവൻ മാങ്ങയും ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുക. നമുക്ക് എത്ര മാങ്ങയാണോ സ്റ്റോർ ചെയ്യാൻ വേണ്ടത് അത്രയും മാങ്ങ അരിഞ്ഞെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ചൂടുവെള്ളം ഒന്നും വേണ്ട, സാധാ വെള്ളം മതി. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനിയും വേണ്ടത് നാരങ്ങയുടെ നീരാണ്. ഈ നാരങ്ങയുടെ നീര് കൂടി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങയെല്ലാം നല്ലതുപോലെ മുങ്ങിക്കിടക്കത്തക്ക വിധം വേണം വെള്ളം എടുക്കാൻ. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുക. ഇതിലെ വെള്ളമെല്ലാം പോയ ശേഷം നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ടവലിലേക്ക് ഇത് നിരത്തിയിടുക. ഒന്നൊന്നേ മുട്ടാതെ വേണം നിരത്തിയിട്ട് കൊടുക്കാൻ. ഇങ്ങനെ പച്ചയായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് അച്ചാറിടാനും മാങ്ങാച്ചമ്മന്തി അരയ്ക്കാനും മീനിലിട്ട് കറി വെക്കാനും ഒക്കെ പറ്റും. ഇതിന്റെ മുകളിലെ വെള്ളമയമൊക്കെ ടവല് കൊണ്ടൊന്ന് മാറ്റിയെടുക്കണം. ഇത് വെയിലത്തൊന്നും കൊണ്ടുപോയി ഉണക്കരുത്. വെയിലത്ത് ഉണക്കിയെടുത്താൽ ഒരു വാടിയ ടേസ്റ്റ് വരും. ഇതിന്റെ മുകളിലായിട്ടുള്ള ഈർപ്പമെല്ലാം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. പാനിന്റെ അടിയിലായിട്ട് നിരത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെള്ളമയെല്ലാം മാറിക്കിട്ടും. ഇതിന്റെ വെള്ളമയമെല്ലാം നല്ലതുപോലെ മാറിയ ശേഷം ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റിയിടണം. അകത്തായി 1-2 ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്ത ശേഷം അതിന് മുകളിലായി ഈ മാങ്ങ നിരത്തി വെച്ച് കൊടുക്കുക. ഇതിനകത്ത് എന്തെങ്കിലും വെള്ളമയം ബാക്കിയുണ്ടെങ്കിൽ ഈ ടിഷ്യൂവിൽ പിടിച്ച് മാറിക്കോളൂ. നമുക്ക് എത്ര മാങ്ങയാണോ സ്റ്റോർ ചെയ്യാൻ വേണ്ടത് അത്രയും മാങ്ങ ബോക്സിലാക്കി എടുക്കുക. ഫ്രീസറിലെ സ്പേസിനനുസരിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എടുക്കുക. ഈ മാങ്ങകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കുന്നത്. മുകളിലായി ഒരു ടിഷ്യൂ കൂടെ വെച്ച് കൊടുത്ത ശേഷം ബോക്സ് നന്നായിട്ട് അടച്ചെടുക്കുക. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വേണം ഇത് സൂക്ഷിക്കാൻ. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കുക. ഇങ്ങനെ ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് ഈ മാങ്ങകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് കുറച്ചായി എടുക്കാൻ പാടുവരും. ഇതിനി ഇതുപോലുള്ള സിപ്ലോക്ക് കവറിലേക്ക് ഇട്ട് വെക്കുക. ഒട്ടും തന്നെ നനവില്ലാതെ വേണം വെക്കാൻ. ഇങ്ങനെ ടിഷ്യൂ പേപ്പർ മുകളിലും താഴെയായി വെച്ച് കൊടുത്തതുകൊണ്ട് മാങ്ങയിലുള്ള ഈർപ്പമെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. കവറിനുള്ളിലെ എയർ എല്ലാം നല്ലതുപോലെ കളഞ്ഞിട്ട് വേണം അത് ലോക്ക് ചെയ്തെടുക്കാൻ. ഇതിന്റെ സൈഡ് ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇത് ഈ ബോക്സിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഒട്ടും തന്നെ എയർ കടക്കാത്ത വിധം അടപ്പ് നല്ലതുപോലെ തന്നെ അടച്ചു കൊടുക്കുക. ഇത് വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വേണം വെക്കാൻ. ഇങ്ങനെ വെച്ചാൽ മാങ്ങയുടെ അടുത്ത സീസൺ വരെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം. ഇങ്ങനെ വെച്ചാൽ മാങ്ങയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ പോകാതെ മാങ്ങ ഇല്ലാത്ത സമയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മാങ്ങ ഒരെണ്ണം പോലും വേസ്റ്റ് ആക്കി കളയാതെ മാങ്ങ ഒരുപാടുള്ളവരെല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.